അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം സംബന്ധിച്ച് യാത്രാ സംരക്ഷണ സമിതിയുടെയും വിവിധ രാഷ്ട്രീയ ബഹുജന സംഘടനകളുടെയും പ്രതിഷേധം ഫലം കാണുന്നു. ജില്ലാ കളക്ടർക്കും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് ജൂൺ 14 വെള്ളിയാഴ്ച വൈകിട്ട് അരൂർ മുതൽ തുറവൂർ വരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്ട് ഡയറക്ടർ പി പ്രദീപും സംഘവും ദേശീയ പാതയോരം സന്ദർശിച്ചു ജനങ്ങളുടെ വിഷമതകൾ വിലയിരുത്തി. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം സംബന്ധിച്ച് യാത്രാ സംരക്ഷണ സമിതിയുടെയും വിവിധ രാഷ്ട്രീയ ബഹുജന സംഘടനകളുടെയും പ്രതിഷേധം ഫലം കാണുകയാണ്. ജില്ലാ കളക്ടർക്കും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്കും നൽകിയ നിവേദനങ്ങൾ പരിഗണിച്ച് ജൂൺ 14 വെള്ളിയാഴ്ച വൈകിട്ട് അരൂർ മുതൽ തുറവൂർ വരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രോജക്ട് ഡയറക്ടർ പി പ്രദീപും സംഘവും ദേശീയ പാതയോരം സന്ദർശിച്ചു ജനങ്ങളുടെ വിഷമതകൾ വിലയിരുത്തി. മഴയോടനുബന്ധിച്ച് പാതയോരത്ത് രൂപം കൊണ്ട കുഴികൾ യഥാവിധി നികർത്താനും അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യുവാനും പ്രോജക്ട് ഡയറക്ടർ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകി. കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ പാതയോരം ടാർ ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്ന നിർദ്ദേശവും നൽകി. Our train will be there up to this boundary will be there. ഇപ്പൊ അവിടെ പണിയിടുന്നുണ്ട ഇവരിങ്ങോട്ട് ഇത് വിടുകയാണ് ചെയ്യുന്നത്. ഇത് വിടുക സാധനം ദേശീയപാതയോരത്തുള്ള സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള സൗകര്യങ്ങളും പരിഗണിക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇടപ്പള്ളിയിലെ പ്രോജക്ട് ഓഫീസിലെത്തിയ അരൂർ മേഖലയിൽ നിന്നുള്ള വിവിധ സംഘടനകൾ ഈയിടെ പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിച്ചിരുന്നു. We'll do it some this one first. After this rain time we will do some permanent. This much goes out, sir. 70% much will go over. Already one and a half is already started the work. Then you don't do anything. You don't extend the road. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ ജില്ലാ കളക്ടറിന്റെ ചേംബറിൽ നടന്ന യോഗത്തിന് ശേഷം മടങ്ങവെയാണ് ഡയറക്ടർ പി പ്രദീപ് അരൂർ തുറവൂർ പാതയോരം സന്ദർശിക്കാൻ സമയം കണ്ടെത്തിയത്. ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അഭാവമാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമെന്ന് പ്രോജക്ട് ഡയറക്ടർ അഭിപ്രായപ്പെട്ടു. പാതയോരത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളും പൊട്ടി വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. വെള്ളവും ചെളിയുമായി ഉഴുതിട്ട കൃഷിനിലം പോലെയാണ് പാതയോരം. No problem in other things. Water stagnation only. Water stagnation only this much of problem. Otherwise this water will go. I am saying this is after this Chatra dislocation. There is no problem. Here water is not flowing. That is a problem. This clay type is coming. ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ അഭാവമാണ് പ്രശ്നങ്ങൾ സങ്കീർണമാക്കിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥനായ വേണുഗോപാൽ, കരാർ കമ്പനി പ്രതിനിധി സദാനന്ദൻ, അരൂർ പഞ്ചായത്ത് അംഗം എം പി ബിജു, പൊതുപ്രവർത്തകരായ ചന്ദ്രിക സുരേഷ്, കെ പി ദിലീപ് കുമാർ, പി കെ അജി, അരുൺ തുടങ്ങിയവരും സന്ദർശന വേളയിൽ സംഘത്തെ അനുഗമിച്ചു. ഞാന് സദാനന്ദ സാറിനെ വിളിച്ച് പല പ്രാവശ്യം പറഞ്ഞതാണ്. അതിന്റെ വാതിക്കൽ ഓപ്പണിംഗ് വെച്ചിരിക്കും. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ Clearance. Bar means you are giving pakka road like that. പഞ്ചായത്തിന് ജനങ്ങളില്ല, പൊതുജനങ്ങൾ സ്കൂളിലില്ല, ബാറിലുണ്ട്. Hospital. This do only we are given for first preference. സ്കൂളുകളുടെ മുന്നിൽ റോഡ് മുറിച്ചു കിടക്കാനുള്ള സൗകര്യമില്ലായ്മയും പക്ഷേ അത് ബാർ ഹോട്ടലിന് മുന്നിൽ ഉള്ളതും അനുഗമിച്ചവർ ചൂണ്ടിക്കാട്ടി. സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയുടെ മുന്നിൽ റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യം പരിഗണിക്കാമെന്ന് പ്രോജക്ട് ഡയറക്ടർ ഉറപ്പു നൽകി.
പ്രശ്നബാധിത പ്രദേശങ്ങളെല്ലാം പൊതുപ്രവർത്തകർ പ്രോജക്റ്റ് ഡയറക്ടറെ ചൂണ്ടിക്കാണിച്ചു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.